നമസ്കാരം. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും JNUവിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും MPhilഉം PhDയും ഒക്കെ പൂർത്തിയാക്കിയ ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ 5 വർഷമായി ജയിലഴിക്കുള്ളിലാണ്. 37 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു തടവുകാരൻ. ഒരാൾക്ക് പ്രണയിക്കാനും വിവാഹം കഴിക്കാനും ജോലി ചെയ്യാനും കുടുംബം ഉണ്ടാക്കാനും ഒക്കെ കഴിയുന്ന ഒരു സമയം. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവന് പ്രായം 33 ആണ്. ആരാണ് അയാൾ? അയാൾക്കെതിരെ ചുമത്തപ്പെട്ട കേസ് എന്താണ്? അവനെതിരെ ചുമത്തപ്പെട്ട കേസ് UAPA ആണ്. അവന്റെ പേര് ഉമർ ഖാലിദ് എന്നാണ്. എന്തിനാണ് അവനെതിരെ UAPA ചുമത്തപ്പെട്ടത്? പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്തതിന്റെ പേരിലാണ് അവൻ സംഘപരിവാറിന്റെ കണ്ണിലെ കരടാകുന്നത്. തലസ്ഥാനം സമര കലുഷിതമായിരുന്ന ഒരു സമരം ഉണ്ടായിരുന്നു 2020 ഫെബ്രുവരിയിൽ. ആ സമയത്ത് CIA വിരുദ്ധ സമരക്കാർക്ക് നേരെ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ ഹിന്ദുത്വ സംഘടനകൾ ഒരു അക്രമം അഴിച്ചുവിട്ടു. CIA വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത ആക്ടിവിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്രമണം. ആ ആക്രമണത്തിൽ 53 പേരാണ് മരിച്ചത്. പക്ഷെ ഡൽഹി പോലീസ് പ്രധാനമായും കേസെടുത്ത് അറസ്റ്റ് ചെയ്തത് ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള ആക്ടിവിസ്റ്റുകളെ ആയിരുന്നു. പലർക്കുമെതിരെ UAPA ചുമത്തപ്പെട്ടു. പലരും ജയിലിൽ അടയ്ക്കപ്പെട്ടു. വിചാരണ പോലും നിഷേധിക്കപ്പെട്ടു. ഉമർ ഖാലിദ് അതിലൊരാളാണ്. അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് 2020 സെപ്റ്റംബർ 14 ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലാണ് ഖാലിദിനെ അറസ്റ്റ് ചെയ്തത്. സെപ്റ്റംബർ 24 അയാളെ 10 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഒക്ടോബർ 28 ഉമറിനെ വിചാരണ ചെയ്യാൻ അനുമതിയായി. നവംബർ 22 ഉമറിനും ഷർജീം ഇമാമിനുമെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ഉമറിന് കയ്യിൽ വിലങ്ങിടരുത് എന്ന് കോടതി ഉത്തരവുണ്ടായിരുന്നു. പക്ഷേ അവനെ വിലങ്ങ് അണിയിച്ചുകൊണ്ട് തന്നെയാണ് ഡൽഹി പോലീസ് കോടതിയിൽ ഹാജരാക്കിയത്. പിന്നീട് ഉമർ സമർപ്പിച്ച ജാമ്യ ഹർജികൾ തുടർച്ചയായി മാറ്റിവെക്കപ്പെട്ടു. ജാമ്യം നിരസിക്കപ്പെട്ടു. 2 വർഷത്തിന് ശേഷം, അതായത് 2022 ഡിസംബറിൽ അവന്റെ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അവന് കോടതി ഇടക്കാല ജാമ്യം കൊടുത്തു. 7 ദിവസത്തേക്കായിരുന്നു ജാമ്യം. പിന്നീട് നിരന്തരമായി ഉമറിന്റെ ജാമ്യം വീണ്ടും നീട്ടിവെക്കുകയും നിരസിക്കുകയും ഒക്കെ ചെയ്തു. ഒടുവിൽ 2024 ഫെബ്രുവരി 14 ഉമർ അവന്റെ ജാമ്യ ഹർജി പിൻവലിച്ചു. ഇന്നവൻ തിഹാർ ജയിലിലെ അതീവ സുരക്ഷാ സെല്ലിൽ കഴിയാൻ തുടങ്ങിയിട്ട് 5 വർഷങ്ങൾ പിന്നിടുകയാണ്. അവന്റെ ജയിൽ ജീവിതം 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ തിഹാർ ജയിലിലെ ആ നിശബ്ദതയിൽ ഇരുന്നുകൊണ്ട് അവനൊരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ അവൻ ഈ രാജ്യത്തോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: പ്രതീക്ഷ എന്ന വാക്ക് എന്നെ ഭയപ്പെടുത്തുന്നു. എനിക്കിപ്പോൾ പഴയതുപോലെ ശുഭാപ്തി വിശ്വാസങ്ങളേ ഇല്ല. 5 വർഷമാകുന്നു. ഒരാൾക്ക് പ്രണയിക്കുവാനും വിവാഹം കഴിക്കുവാനും ജോലി നേടുവാനും കുടുംബം ഉണ്ടാക്കുവാനും കഴിയുന്നത്ര സമയമാകുന്നു. ഞങ്ങളെ മോചിപ്പിക്കാൻ സമയമായോ?